അപ്പം ഞങ്ങൾ കിങ്ങിൻ്റെ ഒരു വിളയാട്ടം കാണാം. ആ. കാരണം അപ്പോൾ ഒരു ടെസ്റ്റ് നിന്നൊക്കെ വിരമിച്ചുകൊണ്ട് ആൾക്കാർക്ക് കാര്യമില്ലാന്ന് മൂപ്പർക്കറിയാം. എന്ത് കാര്യമില്ലെന്ന് കളിച്ചിട്ട് കാര്യമില്ല. ടെസ്റ്റിൽ മുമ്പ് ഒരു 9,000 റണ്ണാണ് അടിച്ചത്. ലെജൻഡായിട്ടാണ് പോണത്. അല്ല ഈ 9,000 എടുത്ത് വേറെ കളിക്കാരൊന്നും ഇല്ല. അതുണ്ടായി കാരണം അതിനെക്കാട്ടിയും കുറച്ച് കളിയിൽ 9,000 എടുത്തോല്ലോ. അതിനെക്കാട്ടി സെഞ്ചുറി ചോലൊക്കെ ഉണ്ട്. അത്ര വലിയ പോകത്താൻ സംഘാര മറ്റേ യൂണിസൊക്കെ അല്ലേ, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഞങ്ങളെ കിങ് ഉണ്ടാക്കിയൊരു വൈബ് അവർക്ക് ഒരു വൈബ് വെറുതെ തള്ളി ഉണ്ടാക്കിയ ആ തള്ളല് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഞങ്ങൾക്ക് ഹേറ്റേഴ്സിന് പറയാം. പക്ഷെ ഞങ്ങൾക്ക് ഫാൻസിന് അങ്ങനെയല്ല. ഫാൻസിന് ആരും ഉള്ളൂ. ലെജൻഡ് റോൾ മോഡൽ എന്നൊക്കെ പറഞ്ഞ് നടക്കും. അത്ര വല്ലതൊന്നുമില്ല, വെറുതെ തള്ളി പിടിച്ച് നടക്കുക. ഇപ്പൊ കുറെ ആൾക്കാർ കിങ് വിരമിച്ചപ്പോ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ആഷിം അംലി മൂപ്പരും കൂടിയുള്ള സെയിം സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പൊ പറയേണ്ട കാര്യം. മൂപ്പര് വിരമിച്ചതിന്റെ നിങ്ങൾ പറഞ്ഞത് വേറെ ഉദ്ദേശത്തിലാണ്. മൂപ്പരൊന്നും മോശക്കാരനാണ് ഞങ്ങളുടെ ഉദ്ദേശം. 9,000 എത്ര മോശം എണ്ണൊന്നുമല്ല. മൂപ്പര് അതേ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളപോലെ ഇതിന് മുമ്പ് ഉണ്ടായിക്കണേ, ഒരു വിരമിച്ചും പോയിക്കണേ. അപ്പൊ ഇല്ലാത്ത ഇപ്പൊ ഒരു പ്രത്യേക ഒരു അങ്ങനൊന്നുമില്ല. കിങ് എന്ന് പറഞ്ഞാൽ കിങ് ആണ്. അതൊക്കെ തന്നെയാണ് ഞങ്ങളിപ്പം കിങ്ങിന്റെ ഒരു പ്രത്യേകത. പിന്നെ മൂപ്പനെ വെറുതെ തള്ളി പിടിച്ച് നിൽക്കണ്ട, അതുകൊണ്ടൊന്നും ഈ കളി ജയിക്കാൻ പോണില്ല. അല്ല, കിങ്ങിന്റെ ഭാഗത്തുനിന്ന് ഇന്നിപ്പോ ഒരു കിടിലം പ്രകടനം നോക്കിക്കോളി. ആ പ്രകടനം കാത്തു നിൽക്കണ്ട. ഞങ്ങൾക്ക് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഞങ്ങൾ ജയിക്കും. നിങ്ങൾക്കൊരു ജീവൻ മരണ പോരാട്ടമില്ല. നിങ്ങളിപ്പോൾ ആകെ 11 പോയിന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. 2 കളി നിങ്ങൾക്ക് ബാക്കിയുണ്ട്. അത് ജയിച്ചാലും നിങ്ങൾ 15 പോയിന്റിൽ എത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സാധ്യതകൾ. സ്ഥാനത്തുള്ള അവർക്ക് ഇപ്പൊ 15 ഉള്ളൂ. അങ്ങനത്തെ 13 14 അത് ആ ഒരു ചെറിയ സാധ്യത പറഞ്ഞ് നിൽക്കുക. അപ്പൊ നിങ്ങൾ ഇന്ന് മഴ ചെയ്തങ്ങ് നോക്കള് അവസ്ഥ. മഴയൊന്നും പെയ്യില്ല. നിലവിലെ കഴിഞ്ഞ സീസണത്തെ ചാമ്പ്യന്മാരാണ്. അത് ഞങ്ങൾക്ക് നിലനിർത്താനും ഏതറ്റം വരെയും പോകും. അതെ അത് പറഞ്ഞാണ്ട് ഞാൻ പേടിച്ചിട്ട് ആ മൊയിനലിയും റോമൻ പൗലും തോൽക്കുന്നു പേടിച്ചിട്ട് വരുന്നില്ല. ഞങ്ങളുടെ ടീം തോൽവില്ല. ആര് ഹേസൽവുഡിന് പരിക്കായതുകൊണ്ടല്ലേ വരാത്തത്. ബാക്കി എല്ലാവരും വന്നില്ലേ. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ടീമിന്റെ ഒരു യൂണിറ്റി എന്ന് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങളെ പട്ടീദാറിന്റെ വരവുണ്ട്. പട്ടീദാറിന് ചെറിയ നോക്കണ്ട. അതിപ്പോ ക്യാപ്റ്റൻസി വരുമ്പോ ചെറിയ സമ്മർദ്ദമൊക്കെ ഉണ്ടാവും. ഞങ്ങളെ ക്യാപ്റ്റനുകൾ കണ്ടുകണം. ക്യാപ്റ്റൻസിന് കിട്ടിയതോടെ ഫുൾ ഫോം. അതെ അത് പക്ഷെ ടീം ജയിക്കണില്ല മാത്രമേ ഉള്ളൂ. ഞങ്ങളെ ടീം ജയിക്കണ്ടേ. ഞങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ജയിച്ചിക്കണ്. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് റസല് ഫുൾ ഫോമിലെത്തി. ലാസ്റ്റ് 2 കളിയായിട്ട് അടിച്ച് അതിപ്പോ ഈ കളി നിന്നോടുകൂടി മൂപ്പര ഫോം ഇപ്പൊ അതേപോലെ സ്വിച്ച് ഇട്ട പോലെ ഓഫ് ആവും. അതൊന്നും ഓഫ് ആവില്ല. പിന്നെ ഇപ്പൊ നിങ്ങളെ QDK എന്നൊക്കെ പറഞ്ഞ ഒരാളെ കൊടുക്കുന്നില്ലേ, അയാളൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ ഇപ്പൊ ഗുർബാസിനെയാണ് കൊണ്ടുനടക്കാൻ തോന്നുന്നത്. അതാണ് ഞങ്ങൾക്ക് അതൊക്കെ മതി. ഞങ്ങൾ ഇങ്ങനെ ഗ്രൗണ്ടിലല്ലേ കളിച്ചാണ്. ഞങ്ങൾ ഗ്രൗണ്ടിൽ ഇപ്പൊ ഞങ്ങൾ ജയിക്കാറുണ്ട്. എല്ലാവർക്കും അടിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടല്ലേ. ഞങ്ങൾ അടിച്ച് പരത്തി അതൊന്നും കാര്യമില്ല. ഞങ്ങൾ തിരിച്ചു അടിക്കും, അത്ര തന്നെ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളെ പഠിക്കലില്ല എന്നുള്ളത് മാത്രം ഒരു ചെറിയ സങ്കടമുള്ളൂ. പകരം അഗർവാളിനെ കൊണ്ടുവന്നിട്ട് ശരിയാവും ഇക്കാരം. പിന്നെ ടിം ഡേവിഡൊക്കെ എജാതി ഫോമാണ് ഇപ്പൊ ഉള്ളത്. ഈ കളിയുണ്ടല്ല, ഇതങ്ങോട്ട് ജയിക്കുന്നു, ഇത് ജയിച്ചാണ്ട് ഞങ്ങൾ പ്ലേ ഓഫിൽ എത്തുന്നു. അതാണ് ഇപ്പൊ ഇന്നുണ്ടാവുക.